മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചും സൂപ്പർ കപ്പ് പ്രിവ്യൂവിനെ കുറിച്ചുമാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ലിവർപൂള് ഒരു സെന്റർ ബാക്ക് വേണമെന്നുള്ള കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവര് 2 സെന്റർ ബാക്കിനെ പാരലായിട്ട് സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഫബ്രീസിയോ റൊമാനോ ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറ്റാലിയൻ യങ് ഡിഫൻഡർ ആയിട്ടുള്ള ജിയോവാനി ലിയോണിയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമയുമായിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ കൺഫേം ആയി കഴിഞ്ഞു. 18 വയസ്സേ ഉള്ളൂ. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു യങ് ടാലന്റ് ആണ്. പുള്ളിയുടെ ഹൈറ്റും ബോൾ കൺട്രോളും ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലെയർ ആയിട്ട് മാറാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. മാർക്ക് ഗയയുടെ കാര്യം നമുക്കറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളുമായിട്ട് ക്രിസ്റ്റൽ പാലസിന്റെ ഈ ഒരു പ്ലെയറെ ലിവർപൂൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രൈസിന്റെ ഒരു പ്രശ്നം കൊണ്ട് അത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോ പേഴ്സണൽ ടേംസ് ഒക്കെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വിർജിൽ വാൻ ഡൈക്കിനും കൊനാറ്റയ്ക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബാക്കപ്പ് കൊണ്ടുവരേണ്ടത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിൽ ക്രൂഷ്യലാണ്. അപ്പോൾ ക്രിസ്റ്റൽ പാലസിന്റെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് നമ്മളൊക്കെ കണ്ടതാണ്. മാർക്ക് ഗയയുടെ നല്ലൊരു പെർഫോമൻസ് അതിൽ വരികയും ചെയ്തു. എന്തായാലും ഈ 2 ഡിഫൻഡേഴ്സും ലിവർപൂളിലേക്ക് ഈ വിൻഡോ തീരുന്നതിന് മുമ്പ് തന്നെ വരുന്നതാണ് റൊമാനോ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ന്യൂകാസിലിന്റെ സൈഡിൽ നിന്നാണ്. ന്യൂകാസിലെ മിഡ്ഫീൽഡിലേക്ക് ഒരു പുതിയ പ്ലെയറെ കൊണ്ടുവന്നിട്ടുണ്ട്. ആസ്റ്റൺ വില്ലയിൽ നിന്ന് ജേക്കബ് രാംസിയാണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ മിഡ്ഫീൽഡിൽ ബാക്കപ്പ് വേണമെന്ന് എഡ്ഡിഹോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലെയർ ആണ്. 40 മില്യന്റെ ഒരു പാക്കേജ് ആണ് ന്യൂകാസിൽ യുണൈറ്റഡ് ആസ്റ്റൺ വില്ലക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ജേക്കബ് രാംസിക്ക് മറ്റ് ക്ലബിൽ നിന്നും ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി ചൂസ് ചെയ്തത് ന്യൂകാസിലാണ്. നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. അടുത്ത ന്യൂസ് യുണൈറ്റഡിന്റെ സൈഡിൽ നിന്നാണ്. റാസ്മസ് ഹോയ്ലൻഡ് AC മിലാനിലേക്ക് പോകുന്നുള്ള കാര്യം ഏതാണ്ട് കൺഫേം ആയി കഴിഞ്ഞു. 6 മില്യന്റെ ഒരു ലോൺ ഫീ ആണ് AC മിലാൻ ഇനീഷ്യലി പേ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ കോൺട്രാക്റ്റിൽ 45 മില്യന്റെ ഒരു ബൈ ക്ലോസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ ഈ സീസണിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഡീല് പെർമനന്റ് ആക്കിയാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പുള്ളിക്ക് യുണൈറ്റഡ് വിട്ടു പോകണ്ടെന്നുള്ള ഒരു ഡിസിഷൻ ആണ് ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഒരു ചാൻസിന് വേണ്ടിയിട്ട് അമോറിയത്തിന്റെ അടുത്ത് പുള്ളി ചോദിക്കുന്നുണ്ട്. മാനേജ്മെന്റ് ആയിട്ടും അമോറിയമായിട്ടും പുള്ളി ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള വാർത്ത അനുസരിച്ച് പുള്ളിക്ക് ഈ ഒരു സീസണിൽ സ്റ്റാർട്ടിംഗ് 11-ൽ കയറി പറ്റാന്ന് പറയുന്നത് അത്ര ഈസി അല്ല. കഴിഞ്ഞ മത്സരത്തിൽ 1 മിനിറ്റ് പോലും കളിക്കാനുള്ള അവസരം പോലും ഹോയ്ലാൻഡിന് അമോറിയം കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് AC മിലാനിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഹോയ്ലാൻഡ്. ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കകം സൂപ്പർ കപ്പ് മത്സരം നടക്കാൻ പോവുകയാണ്. യൂറോപ്യ ലീഗ് വിന്നറായിട്ടുള്ള സ്പേഴ്സും അതുകൂടാതെ ചാമ്പ്യൻസ് ലീഗ് വിന്നറായിട്ടുള്ള PSG തമ്മിലാണ് ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വന്നിട്ടുള്ള കമന്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും. PSG സ്പേഴ്സിനെ പഞ്ഞിക്കിടും, നിങ്ങളൊരു കൊട്ട കൊണ്ടുപോകുന്നുള്ളൂ, ഒരുപാട് ഗോളൊക്കെ അടിച്ചു കയറ്റാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് കമന്റ്സ് നമ്മൾ കാണുന്നുണ്ട്. ഓൺ പേപ്പർ നമുക്കറിയാം PSG വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്. ചെൽസിക്കെതിരെ ക്ലബ്ബ് വേൾഡ് കപ്പ് തോറ്റതിന് ശേഷം അവർ കലിപ്പിൽ നിൽക്കുകയാണ്. ചിലപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസ് ഇന്നത്തെ മത്സരത്തിൽ കണ്ടാലും അതിൽ അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ മോറിഞ്ഞോ ഒക്കെ പറയുന്നത് പോലെ ഫൈനലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെന്റ് ഗെയിം. നമുക്ക് സ്പേഴ്സിന്റെ സൈഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താരതമ്യേന പുതിയ ടീമാണ്, പുതിയ പ്ലേയേഴ്സാണ്. കഴിഞ്ഞ മത്സരത്തിൽ ബയണിനെതിരെ 4-0 സ്പേഴ്സ് പരാജയപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ആൻഡ് പോസ്റ്റക്കോഗ്ലിന്റെ കീഴിൽ നമുക്ക് ഒഫെൻസീവ്ലി കുറച്ചെങ്കിലും ചാൻസുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ബയണിനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ ഇറങ്ങി നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ പോയി. എന്നിട്ടും 4 ഗോളുകൾ വാങ്ങിക്കൂട്ടി. പക്ഷെ ഒഫെൻസീവ്ലി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള ഒരു ടീമിനെ പോലെയാണ് ബയണിനെതിരെ സ്പേഴ്സ് കളിച്ചിട്ടുള്ളത്. ഇപ്പൊ കുഡൂസ് അടക്കുന്ന 1-2 പുതിയ പ്ലേയേഴ്സ് ടീമിലുണ്ട്. നമ്മൾ സവീഞ്ഞോനെ വാങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ എസ്എ വാങ്ങാൻ പോകുന്നു എന്നുള്ള ന്യൂസൊക്കെ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്.
പക്ഷെ ആ മിഡ്ഫീൽഡിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PSG മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡ് നമുക്കില്ല. അവിടെ വിട്ടീഞ്ഞോ, ജാവോ നൊവാസൊക്കെയാണ് കളിക്കുന്നത്. പക്ഷേ സാർ അടങ്ങുന്ന മാഡിസൺ ഇല്ലാത്ത ഒരു മിഡ്ഫീൽഡാണ് സ്പേഴ്സിന്റെ ഇന്ന് ഇറങ്ങാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ ചെൽസി ചെയ്തതുപോലെ ആ മിഡ്ഫീൽഡ് ബ്ലോക്ക് ചെയ്താൽ മാത്രമേ അറ്റാക്കിംഗ് വൈസ് ഒരു പരിധിവരെ PSG പിടിച്ചു കെട്ടാൻ സാധിക്കൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ തോമസ് ഫ്രാങ്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചലഞ്ചിങ് മാച്ചാണ്. ഈ മത്സരത്തിൽ ഡിഫെൻസീവ് ആയാലും കൗണ്ടർ അറ്റാക്കിംഗ് വൈസ് ആയാലും ഒരു നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേഴ്സിന്റെ പ്രോജക്റ്റ് ഒഫീഷ്യലി ഓൺ ആയി എന്ന് തന്നെ പറയേണ്ടി വരും. പോസിറ്റീവ് വൈബ്സ് ഓൺലി, നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല. നല്ലൊരു മത്സരം സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ വൺ ഓഫ് ദി ഫേവറേറ്റ് PSG തന്നെയാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. ഓൺ പേപ്പർ ആയാലും കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് എടുത്ത് നോക്കിയാലും PSG വളരെ വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ടീമാണ്. ലൂയിസ് എൻറിക്കെ എങ്ങനെയായിരിക്കും സ്പേഴ്സിനെതിരെ സമീപിക്കുക എന്നുള്ളത് ഈ മത്സരത്തിന് ശേഷം പറയാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.